കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാൾസ് മനോഹരമായ ആതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഹലോ ചങ്ങായിമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഈ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത് കേരളത്തിലെ അതിമനോഹരമായ രണ്ട് വാട്ടർഫാൾസുകളാണ്. ഒന്ന് ആതിരപ്പള്ളി, അതുപോലെ വാഴച്ചാൽ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വാട്ടർഫാൾസും കാണാൻ നമുക്ക് ഒരൊറ്റ ടിക്കറ്റ് മതി. വെറും 50 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആതിരപ്പള്ളിയും കാണാം, അതുപോലെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാഴച്ചാലും കാണാം. അപ്പോൾ ഞങ്ങൾ ആതിരപ്പള്ളി എത്തി. ആതിരപ്പള്ളിയിൽ നിന്ന് 50 രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി നടന്നു പോവാം. ഈ സ്ഥലം നടന്നു പോകുമ്പോൾ തന്നെ ഇവിടെ പോയവർക്കറിയാം, രണ്ട് സൈഡിലും നല്ല ഇടതൂർന്ന വനം, നല്ല അടിപൊളി വൈബാണ് കേട്ടോ. ഞാൻ പോകുന്നത് അത്യാവശ്യം നല്ല മഴയുള്ള സമയത്താണ്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാട്ടർഫാൾസിലേക്ക് റോഡിൽ നിന്ന് കുറച്ച് നടന്നു വേണ്ട, ചെറിയ കയറ്റമൊക്കെ കയറി പിന്നെ ഒരു വലിയൊരു ഇറക്കം ഇറങ്ങിയിട്ടൊക്കെ വേണം നമുക്ക് വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്താനായിട്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹിന്ദി സിനിമകളും അതുപോലെ മലയാളം ഒരുപാട് സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളും പാട്ട് സീനുകളൊക്കെ വന്ന അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഈ അതിരപ്പള്ളി ഇവിടെ പോയവർക്ക് അറിയാം അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും കേരളത്തിൽ ഫേമസ്, അതുപോലെ ഏറ്റവും ഫേമസ് വാട്ടർഫാൾസ് ആണ് അതിരപ്പള്ളി വാട്ടർഫാൾസ്. എങ്ങനെയുണ്ട് മക്കളെ? കാണാത്തവർക്കൊരു പുത്തൻ അനുഭൂതി തന്നെയല്ലേ ഈ വാട്ടർഫാൾസ്. കണ്ടില്ലേ എത്ര ഹൈറ്റാണെന്നറിയാം? നല്ല ഹൈറ്റിൽ വെള്ളം ചാടും. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട്. വേനൽക്കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ കുറച്ചൊക്കെ കാണും. പക്ഷെ അത്യാവശ്യം മഴയുള്ള സമയത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും. നല്ല ഫോഴ്സിൽ തന്നെ ആയിരിക്കും വെള്ളം ചാടുന്ന പ്രത്യേക സ്റ്റൈലും തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടത് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ദൃശ്യമാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ഇപ്പുറത്ത് കൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോകണം. ഇറങ്ങി പോകണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. സ്റ്റെപ്പുകൾ ഇറങ്ങിയതായി, കല്ലുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി ഇങ്ങനെ പോകണം. അപ്പോൾ താഴെ ഭാഗത്തെ വ്യൂ കാണാൻ പോവുകയാണെങ്കിലേ ഒന്ന് ശ്രദ്ധിക്കുക, ഇറങ്ങാനും കയറാനൊക്കെ കഴിയുന്ന പോയാൽ മതി. കാരണം കല്ല് പാകിയ സ്ഥലമാണ്. പിന്നെ കുറച്ചുകൂടെ എത്തി കഴിഞ്ഞാൽ സ്റ്റെപ്പാണ്. സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി വേണം പോകാൻ. ഇങ്ങോട്ട് കയറുമ്പോൾ കുറച്ചൊന്ന് കിടക്കും. അപ്പോൾ പൊന്നാർ ചെങ്ങന്മാരെ, നമ്മൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തൊട്ടടുത്ത് കണ്ടൊരു ബെൽ ബട്ടൺ എന്ന സാധനം കണ്ടില്ലേ, അതും കൂടി എന്നിട്ട് അമർത്തി കഴിഞ്ഞാൽ, പിന്നെ ഓൾ എന്നുള്ള കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മളിടുന്ന താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കൂടെ കേട്ടോ. അപ്പോൾ താഴ്ന്നുള്ള സൗണ്ട് ഇല്ല, നിങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇനി അങ്ങോട്ട് നടന്നിങ്ങനെ പോവാണ്. നല്ല കുത്തനുള്ള ഇറക്കൊക്കെ ഇറങ്ങി സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി വേണം പോകാൻ. ഇവിടെ വന്നവർക്കറിയാം, ഒരുപാട് ഇഷ്ടം പോലെ വിദേശ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന കേരളത്തിലൊരു നമ്പർ 1 വാട്ടർഫാൾസ് ആണ് ഈ ആതിരപ്പള്ളി എന്നുള്ളത്. അയ്യ, എത്ര മനോഹരമാണല്ലേ! 50 ഉറുപ്പിക മുതലാവില്ലേ? മുതലാവുന്ന എൻ്റെ അഭിപ്രായം. നിങ്ങൾ വന്ന് കണ്ടോളി. ഞാൻ വളരെ കുറച്ച് ഭാഗം മാത്രമേ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഒരുപാട് കാണാനുണ്ടോ. അപ്പോൾ ആതിരപ്പള്ളി വാട്ടർഫാൾസൊക്കെ കണ്ട് നമ്മൾ നല്ല ഇങ്ങനെ അവിടെ നിന്ന് നീങ്ങുകയാണെങ്കിൽ പോണ വാഴച്ചാലിലേക്കാണ്. ഈ റൂട്ടിൽ നമ്മൾ പോന്നു കഴിഞ്ഞാൽ അതുപോലെ തുമ്പൂർ മൊഴി കാണാനുണ്ട്. പിന്നെ ഈ ആതിരപ്പള്ളി, വാഴച്ചാൽ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാൽപ്പാറ റൂട്ടാണ്. ഇഷ്ടംപോലെ അതിമനോഹര സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന ഒരു 1 ഡേ ടൂറിന് പറ്റിയ സ്ഥലമാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു മെയിൻ റോഡിൽ നിന്ന് കാണുന്ന ഒരു വാട്ടർഫാൾസാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ വണ്ടി നിർത്തിയില്ല. അപ്പോൾ നമ്മൾ വാഴച്ചാലിൽ എത്തിയിട്ടാണ്. വാഴച്ചാലിലെ കൗണ്ടറാണ്, ടിക്കറ്റ് കൗണ്ടറാണ് കാണുന്നത്. ഇതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ. വാഴച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ള ചെറിയൊരു ഗാർഡൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വാട്ടർഫാൾസ്. പക്ഷേ നമുക്കിവിടെ ഈ ആതിരപ്പള്ളിയുടെ അത്ര മനോഹരമൊന്നുമല്ലെങ്കിലും തെറ്റില്ലാത്തൊരു വാട്ടർഫാൾസ് തന്നെയാണ് ഈ വാഴച്ചാൽ. എല്ലാം ഒരേ പുഴയാണ്. ഈ പുഴ തന്നെയാണ് നേരെ താഴെ വന്നിട്ട് നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്നുണ്ടാകും.